എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കാന്ത, വിലായത്ത് പുത തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം തന്നെ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സീരീസാണ് ഫാർമ. ഇപ്പോൾ ഇത് ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ഫാർമ സീരീസിന്റെ ട്രെയിലർ പുറത്തുവിടുകയാണ്. ക്രിസ്മസിനാണ് ഫാർമ സീരീസ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദിർ ഷാ സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയത്. ഇപ്പോൾ ഇതാ കുറെ കാലത്തിന് ശേഷം ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസിനായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ, നവ്യ നായരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് പാതിരാത്രി. ഇതുവരെ സിനിമയുടെ OTT റിലീസാക്കിയിട്ടില്ല. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് പാതിരാത്രിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പാതിരാത്രി എന്ന സിനിമ അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ആൻഡ്രിയ കെവിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഇപ്പോൾ C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം ക്രിസ്മസിനാണ് മാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടായിരിക്കും മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസിന് എത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകനായ സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ക്രിസ്മസിന് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എക്കോ. സന്ദീപാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ത്രില്ലർ സിനിമയാണ് എക്കോ. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പോസിറ്റീവാണ് എക്കോ സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ കിഷ്കിണ്ട് കാണത്തിന്റെ ടീമാണ് എക്കോ സിനിമയും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എക്കോ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ക്രിസ്മസിനായിരിക്കും എക്കോ സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിനായിരിക്കും ബസൂക്ക വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു ഇന്നസെൻ്റ്. അൽത്താഫ് അനാർക്കലി മരക്കാരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഇന്നസെൻ്റ്. ഇപ്പോൾ ഇതാ മനോരമ മാക്സിൽ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡിസംബർ മാസത്തിലാണ് ഇന്നസെൻ്റ് സിനിമയുടെ OTT. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പുഷ്പ സിനിമയുടെ ഒരു മോഡലിലാണ് വിലായത് ബുദ്ധ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചന്ദനകടത്തിന്റെ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധ സിനിമയിൽ നായകൻ. തിയേറ്ററുകളിൽ 3 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ലേഖ അനുഭവപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് വിലായത് ബുദ്ധ പരാജയപ്പെട്ടത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിൽ അടുത്ത വീക്ക് വിലായത് ബുദ്ധ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.